ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ ഡിഗ്രി ലെവലിൽ കണ്ടിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് പ്രോബ്ലം നോക്കാം. എ ട്രെയിൻ ഓഫ് ലെങ്ത് 110 മീറ്റർ ട്രാവൽസ് 60 കിലോമീറ്റർ പെർ അവർ. ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് പാസ് എ മാൻ ഹു ഈസ് വാക്കിംഗ് അറ്റ് 6 കിലോമീറ്റർ പെർ അവർ ഇൻ സെയിം ഡയറക്ഷൻ ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇൻ വാട്ട് ടൈം വിൽ ഇറ്റ് പാസ് ദി മാൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം 110 മീറ്റർ ആണ്. ട്രെയിനിൻ്റെ 110 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സ്പീഡുണ്ട്, 60 കിലോമീറ്റർ പെർ അവർ ഉണ്ട്, 6 കിലോമീറ്റർ പെർ അവർ ഉണ്ട്. അപ്പോൾ സെയിം ഡയറക്ഷനിലാവുമ്പോൾ ഈ രണ്ട് സ്പീഡുകൾ തമ്മിൽ മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 54 എന്ന് കിട്ടും. സോ ഇവിടെ 54 എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 15 ദാറ്റ് ഈസ് 22/3 സെക്കൻഡ്സ് എന്ന് ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഇവിടെ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. സെയിം ടൈം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് തന്നെയാണ്. ദാറ്റ് ഈസ് 110 ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് രണ്ട് സ്പീഡും കൂടി ആഡ് ചെയ്യണം. സോ 66 എന്ന് കിട്ടും. ഇത് കിലോമീറ്റർ പെർ അവർ ആണ്, അതിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. സോ 6 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻസർ 110 ഇത്രയും മുകളിലോട്ട് പോകും. 6 സെക്കൻഡ്സ് എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എ ട്രെയിൻ പാസസ് ബൈ എ സ്റ്റേഷനറി മാൻ സ്റ്റാൻഡിംഗ് ഓൺ പ്ലാറ്റ്ഫോം ഇൻ 7 സെക്കൻഡ്സ് ആൻഡ് പാസസ് ബൈ എ പ്ലാറ്റ്ഫോം ഇൻ 28 സെക്കൻഡ്സ്. If the length of the platform is 330 meter, what is the length of the train? അപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രെയിൻ ഒരാളെ കടന്നു പോകുന്നത് 7 സെക്കൻഡിലാണ്, പ്ലാറ്റ്ഫോമിനെ കടന്നു പോകുന്നത് 28 സെക്കൻഡിലാണ്. പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്ത് നമുക്ക് തന്നിട്ടുണ്ട് 330 മീറ്റർ, ട്രെയിനിൻ്റെ ലെങ്ത്ത് തന്നിട്ടില്ല. അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിത് രണ്ട് സെക്ഷനാക്കിയിട്ട് ചെയ്യാണ്. ട്രെയിൻ ആൻഡ് മാൻ, ട്രെയിൻ ആൻഡ് മാൻ, ട്രെയിൻ ആൻഡ് പ്ലാറ്റ്ഫോം, ഇങ്ങനെ രണ്ട് സെക്ഷൻ ആക്കിയിട്ട് ചെയ്യണം. ഇനി അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എടുത്തെഴുതാം. ഇവിടെ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിയില്ല, അതായത് ട്രെയിനിൻ്റെ ലെങ്ത്ത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് എക്സ് എന്ന് എടുത്തു. ഓക്കെ, ഇനി സ്പീഡ് അറിയോ? ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടില്ല, ടൈം തന്നിട്ടുണ്ട്. ടൈം, ട്രെയിൻ ഈ മാനിനെ കടന്നു പോകുന്ന ടൈം എന്ന് പറയുന്നത് 7 സെക്കൻഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ x/7 എന്ന് നമുക്ക് കിട്ടി. ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്തത് ട്രെയിനും പ്ലാറ്റ്ഫോമും ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഡിസ്റ്റൻസ്, ഇവിടെ ട്രെയിനും മാനും വരുമ്പോൾ ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ, ട്രെയിനിൻ്റെ ലെങ്ത്ത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. മാനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. ഇവിടെ ട്രെയിനും പ്ലാറ്റ്ഫോമും വരുമ്പോൾ രണ്ടിൻ്റെ ലെങ്ത്ത് നമുക്ക് എടുക്കണം, പക്ഷെ നമുക്ക് ട്രെയിനിൻ്റെ ലെങ്ത്ത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ആ എക്സ് ട്രെയിനിൻ്റെ ലെങ്ത്ത്, അതിൻ്റെ കൂടെ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് എഴുതാനായിട്ട്. ഇവിടെ നമ്മൾ എക്സ് മീറ്റർ എന്ന് പറഞ്ഞു, ഇവിടെ x+330 മീറ്റർ ആണ് നമ്മൾ എഴുതുന്നത്. ഇനി സ്പീഡ് അവിടെ നിൽക്കട്ടെ, നമുക്കറിയില്ല. ടൈം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 28 സെക്കൻഡ്സ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. സോ x+330 ഡിവൈഡഡ് ബൈ 28 എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ രണ്ട് സ്പീഡും ഈക്വൽ ആണ്, അതായത് രണ്ടും സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ മാത്രം സ്പീഡാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈക്വൽ ആണ്. അത് നമ്മൾ ഈക്വേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ x/7 ഈക്വൽ ടു x+330 ഡിവൈഡഡ് ബൈ 28 എന്ന് കിട്ടും. ഓക്കെ,
ഇനി ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 28, ദാറ്റ് ഈസ് 28x ഈക്വൽ ടു 7x പ്ലസ് 7 ഇൻറ്റു 330. അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ 7x ഇങ്ങോട്ട് കൊണ്ടുവരിക. 28 മൈനസ് 7 എന്ന് പറയുന്നത് 21x ഈക്വൽ ടു 7 ഇൻറ്റു 330 എന്ന് കിട്ടും. സോ എക്സ് ഈക്വൽ ടു 7 ഇൻറ്റു 330 ഡിവൈഡഡ് ബൈ 21. അപ്പോൾ 7 കൊണ്ട് കട്ട് ചെയ്താൽ 3 ഇൻറ്റു 7 21. സോ 110 മീറ്റർ എന്ന് കിട്ടും. ഇതിങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് എളുപ്പം. ഇനി വേറെ രീതിയിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് അധികം കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം, എ ട്രെയിൻ ഓവർടേക്സ് 2 persons who are walking in the same direction to that of the train at 2 km/h and 4 km/h and passes them completely in 9 seconds and 10 seconds respectively. What is the length of the train? അപ്പോൾ ട്രെയിനിൻ്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ട്രെയിനിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. ഇത് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലം ആണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 9 seconds and 10 seconds എന്ന് തന്നിട്ടുണ്ട്. അതായത് 2 ആൾക്കാരെ ഈ ട്രെയിൻ കടന്നു പോകുന്ന സമയം തന്നിട്ടുണ്ട്. 9 seconds and 10 seconds. ഇനി ഈ 2 ആൾക്കാരുടെയും സ്പീഡ് തന്നിട്ടുണ്ട്. 2 km/h and 4 km/h. അപ്പോൾ ഇവർ രണ്ടുപേരെയും കടന്നു പോകുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാനുണ്ട്. സെയിം ഡയറക്ഷൻ. ഈ 2 പേരും നടന്നു പോകുന്നത് ട്രെയിൻ വരുന്ന അതേ ഡയറക്ഷനിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള സമയം, ടൈം എന്ന് പറയുന്നത് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്ന് നമുക്കറിയാം. ഇത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ആളുടെ കേസ് എടുക്കാം. ഈ 2 km/h പോകുന്ന ആളുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആളുടെ സമയം, ആൾ കടന്നു പോകുന്ന സമയം എന്ന് പറയുന്നത്, ഒന്നാമത്തെ ആളുടെ സമയം എന്ന് പറയുന്നത് 9 seconds ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ 9 seconds നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഡിസ്റ്റൻസ് നമുക്കറിയില്ല. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇവിടെ സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 2 km/h. ഇത് സെയിം ഡയറക്ഷനിലായതുകൊണ്ട്, ട്രെയിനും ഈ വ്യക്തിയും നടന്നു പോകുന്നത് സെയിം ഡയറക്ഷനിലായതുകൊണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഇവരുടെ സ്പീഡുകൾ തമ്മിൽ കുറയ്ക്കണം. അപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡ് മൈനസ് ഈ വ്യക്തിയുടെ സ്പീഡ്. ഇനി ഈ തന്നിട്ടുള്ളത് km/h. ഇതിനെ നമ്മൾ m/s മാറ്റണം. അപ്പോൾ ഇവിടെ ഒരു 5/18 എന്ന് വരും. അപ്പോൾ 9 is equal to ട്രെയിനിൻ്റെ ലെങ്ത്, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് -2. ഈ സ്പീഡ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ സ്പീഡാണ്, അത് നമുക്കറിയില്ല. -2 × 5/18 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഒന്നുകൂടെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു 9, ഇതിനൊക്കെ നമുക്ക് ഇങ്ങോട്ടെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. 9 × സ്പീഡ് -2 × 5/18. ഇതിപ്പോൾ കട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, അത് അവിടെ നിന്നോട്ടെ. ഇനി അടുത്ത രണ്ടാമത്തെ വ്യക്തിയുടെ സമയം തന്നിട്ടുണ്ട് 10 സെക്കൻഡാണ്. ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഈ ട്രെയിനിൻ്റെ സ്പീഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കടന്നു പോകുന്ന സ്പീഡ് നമ്മൾ മൈനസ് ചെയ്യാണ്. വീണ്ടും m/s മാറ്റാനായിട്ട് 5/18 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്താ കിട്ടുക? 10 × സ്പീഡ് -4 × 5/18 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അതായത് ഈ ട്രെയിനിൻ്റെ ലെങ്ത് സെയിം ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്ന ട്രെയിനിൻ്റെ ലെങ്ത് ആണല്ലോ, അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷനും നമ്മൾ ഈക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. 9 × സ്പീഡ് -2 × 5/18 ഈക്വൽ ടു 10 × സ്പീഡ് -4 × 5/18 എന്ന് കിട്ടും. കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 9s - 18 ഈക്വൽ ടു 10s - 40 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എസ് ഉള്ളതൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു -18 + 40 എന്ന് കിട്ടും. അതായത് 22 എന്ന് കിട്ടും. 22 seconds എന്ന് കിട്ടും. അപ്പോൾ സ്പീഡ് കിട്ടി നമുക്ക്. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ലെങ്ത് ആണ്, അതായത് ഡിസ്റ്റൻസ് ആണ്. ഇനി ഈ സ്പീഡ്
നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ ആദ്യം ചെയ്ത ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഈ സ്പീഡ് ഇവിടെ ഫസ്റ്റ് നമ്മൾ ചെയ്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടുക ഇവിടെ നമുക്ക് നമ്മുടെ ഇക്വേഷനുണ്ട്. സ്പീഡ് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു 9 ഇൻറ്റു ഇവിടെ സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 22 ആണ്. അപ്പോൾ 22 മൈനസ് 2 ഇൻറ്റു 5/18 എന്ന് കിട്ടും. അതായത് 9 ഇൻറ്റു 20 ഇൻറ്റു 5/18. അപ്പോൾ നമ്മുടെ ആൻസർ 50 എന്ന് കിട്ടും. അപ്പോൾ 50 മീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ 2 പേരുടെയും സ്പീഡുകൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതുപോലെ 2 പേരെയും കടന്നു പോകാനെടുത്ത സമയം എടുത്തിട്ടാണ് നമ്മളിവിടെ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റെയറാണ്. എന്നാലും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം. അപ്പോൾ നിങ്ങൾ നന്നായി 2 പ്രാവശ്യം ഒന്ന് ഇരുന്ന് വായിച്ച് നോക്കിയിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക്